പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭ്രാന്തന്മാരാണ്, എല്ലാം തല്ലിക്കൊല്ലും നമ്മളെ, വണ്ടി വരെ കത്തിച്ചു കളയവന്മാര്. ചുമ്മാ ഇങ്ങനെ തിരിച്ചാൽ പൊട്ടത്തില്ല, അതിന്റെ സീൽ ഇവിടെ ലോക്ക്ഡൌൺ. ഇതുണ്ടോ ഈ സാധനം, ഇതാ ഇങ്ങനെ താഴത്തോട്ടാക്കി ഇങ്ങനെ പിരിഞ്ഞും കൂടെ ഒഴിച്ചെങ്കിൽ അപ്പോഴേ. എന്താ ഗായ്സ്, കുട്ടനാടിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ പൂപ്പള്ളിയിലോട്ടാണ് ഇന്ന് പോകുന്നത്. അതായത് ആലപ്പുഴയിലുള്ള പൂപ്പള്ളി, അതിമനോഹരമായ ഒരു ഗ്രാമമാണിത്. കണ്ടോ ഗായ്സ്, പൂത്തുലഞ്ഞു കിടക്കുന്ന വയലാണ് ഈ കാണുന്നത്. എടാ ഗായ്സ്, ഇതുപോലെ ഭംഗി വേറെ എവിടെ കിട്ടാനാ? അപ്പം നമ്മൾ പൂപ്പള്ളി ബിവറേജിൽ നിന്ന് ഒരു അടിപൊളി കമ്പനിക്കാരനായിരിക്കും നമ്മൾ ഇന്ന് മേടിക്കാൻ പോകുന്നത്. നമ്മുടെ ഡ്രങ്കഡ്ജി ഉണ്ട് കൂടെ. അപ്പം നമുക്ക് അങ്ങോട്ട് യാത്ര പോയാലോ ബാക്കി. ലെറ്റ്സ് ഗോ ഗായ്സ്. I don't wanna say anything, 'cause if I do I might say the wrong words. ഗായ്സ്, ഇപ്പൊ ഇവിടെ നമ്മുടെ AC റോഡില് മറ്റേ വെള്ളപ്പൊക്കം ബാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പൊ ഈ ഫ്ലൈ ഓവർ പണിയോ അതിന്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അതാണ് നല്ല ബ്ലോക്കാണ് ഇവിടെയൊക്കെ. ഉണ്ടോ ഗായ്സ്, ഇവിടെ മൊത്തം സൈഡിലെല്ലാം, അതായത് 3 വർഷത്തെ പദ്ധതിയാണ്, 3 വർഷത്തെ. അപ്പൊ അതിനുള്ളിൽ ഒരു ഫ്ലൈ ഓവർ വരുമെന്നാണ് ഇവിടെ പറയുന്നത്. താഴെ റോഡ് ഉണ്ടാവും, പക്ഷെ ഈ വെള്ളപ്പൊക്കം പ്രമാണിച്ച് ഗായ്സ് ഇവിടെ എല്ലാം ഇതിന്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്. ഈ നമ്മുടെ LDF സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രത്യേക പദ്ധതിയാണിത്. കാരണം 24 hours 24/7 ആണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. കുട്ടനാട്ടുകാർക്ക് വളരെയധികം, കാരണം അവർ എക്കാലത്തും അവർക്ക് ഭീഷണിയായ ഒരു കാര്യമാണ് ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ. ഇവിടെ മഴ പെയ്ത് വെള്ളപ്പൊക്കം സ്ഥിരമാണ്. അതാണ് ഇവിടുത്തെ എല്ലാവരും വളരെയധികം ദുരിതത്തിലാണ്. അപ്പൊ അതിനെല്ലാം ഒരു ആജീവനാന്ത ആശ്വാസം എന്നുള്ള നിലയ്ക്കാണ് ഈ പദ്ധതി നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. പൂപ്പള്ളി ജംഗ്ഷനാണിത്. ഇവിടുന്ന് ലെഫ്റ്റ് ആണ് നമ്മുടെ ബിവറേജിലോട്ട് നമുക്ക് പോകേണ്ടത്. തനി നാടൻ പ്രദേശമാണ് ഈ കാണുന്നതെല്ലാം. സോ ഗായ്സ്, നമ്മളിതാ പൂപ്പള്ളി ബിവറേജിന്റെ അടുത്ത് എത്തിയിരിക്കണം. ഇതാണ് അങ്ങോട്ടുള്ള ചെറിയ വഴി. ബിജോയ്സ് കോട്ടർ ഉണ്ട്. ബ്രാൻഡ് വേണ്ട, മറ്റേ റമ്മായാലും കുഴപ്പമില്ല. ഡാഡി വിൽസൺ വിസ്കി വരത്തില്ല. ചേട്ടാ, ക്വാർട്ടർ വേറെ ഏതൊക്കെയാ ഉള്ളത്? ഡാഡി വിൽസണും മറ്റേത് മാത്രമേ ഉള്ളൂ. ക്വാർട്ടർ എന്ന് പറയാം, വേറെ ഒരു ബ്രാൻഡിന്റെ ക്വാർട്ടർ ഇല്ലേ? പിന്നെ അറിയാം കിട്ടും. ഇത് 440, ഇത് 420. മറ്റേ ഇത് മാജിക് മൂവ്മെന്റിന്റെ പറയാം. മാജിക് മൗണ്ട്, മാജിക് മൂവ്മെന്റ് വീഡിയോ പിടിക്കുകയാണോ? അല്ല, അത് മറ്റേ യൂട്യൂബിന് വേണ്ടിട്ടാ. അല്ല, മറ്റേതല്ല. അതെയോ? സോ ഗായ്സ്, നമ്മുടെ കമ്പനിക്കാരൻ, നമ്മുടെ മാജിക് മൊമെന്റ്സ്, നമ്മുടെ ഡ്രങ്കന്റെ റൂം ഇതാണ്. ഇന്ന് നല്ല പകൽ വെളിച്ചുള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് ഓപ്പൺ എയർ ഷൂട്ട് ചെയ്യാന്ന് കരുതി ഞങ്ങൾ ഇവിടെ നിന്ന് വെള്ളമടിക്കുന്നല്ല അതിന്റെ അർത്ഥം പറയുന്നത്. ഇതാ കമ്പനിക്കാരനെ ശുദ്ധമായ വെളിച്ചത്തിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. മാജിക് മൊമെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് 530 രൂപയാണ് ഒരു പൈന്റിന്. അതുപോലെ തന്നെ മറ്റുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വോഡ്കാസും പോലെ തന്നെ 42.86% ABV കണ്ടന്റ് ആണ് ഇതിനകത്തുള്ളത്. മാജിക് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മാജിക് തന്നെയാണ്. എല്ലാവർക്കും അറിയാം, അത് കഴിക്കുന്നവർക്ക് അറിയാം. അതിന്റെ ടേസ്റ്റ് ആയാലും നമ്മൾ നോർമൽ വോഡ്കാസ് പോലല്ല, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളത്. അതായത് ഇത് ഗ്രെയിൻ വോഡ്കയാണ്. അതായത് അറിയാമല്ലോ, ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീറ്റ് വോഡ്ക. അതുപോലെ തന്നെ ഗ്രെയിൻസ്
വാറ്റി അതായത് ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വോഡ്കയാണ് മാജിക് മൊമെന്റ്സ്. അതിൻ്റെതായുള്ളൊരു പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കഴിക്കുന്ന സമയത്താണ് നമുക്ക് അകത്തോട്ട് പോയല്ലോ. സുഖമാണോ? സുഖം എല്ലായിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇന്നത്തെ പരിപാടി ഇവിടെ തുടങ്ങാൻ പോവാണ്. മദ്യപാനിയും ഡ്രങ്കൻജിയും റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇന്നത്തെ മാജിക്കിന് വേണ്ടിയിട്ട്, മാജിക് മൊമെന്റ്സ് തകർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നമ്മുടെ ആലപ്പുഴ അരമനയിൽ നിന്ന് ഒരു PDF ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഓൺ ദ വേ ആണ്. സൊമാറ്റോയിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തതാണ്. അത് ഓൺ ദ വേ ആണോ, താമസിയാതെ തന്നെ എത്തും. ആ സൗണ്ട് കേൾക്കുന്ന ഒരു പ്രത്യേക എഫക്റ്റ് അല്ലോ. ചുമ്മായിട്ട് തിരിച്ചാൽ എങ്ങനെയാണോ? ഓരോന്നിനും അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ഡ്രങ്കൻ ജിക്ക് ഇന്ന് ഭയങ്കര ധൃതി. അതറിയാം എങ്ങനെയാ ഏതാണെന്നൊന്നും അറിയത്തില്ല. അറിയാത്ത കാര്യം എന്നെക്കാളും വലിയ എക്സ്പെർട്ട് ആണ്. പക്ഷെ ഇത് കണ്ടോ, ചുമ്മാ ഇങ്ങനെ തിരിച്ചാൽ പൊട്ടത്തില്ല. അതിന്റെ സീൽ ഇവിടെ ലോക്ക്ഡ് ആണ്. ഇതുണ്ടോ, ഈ സാധനം ഇതാ ഇങ്ങനെ താഴത്തോട്ടാക്കി ഇതിങ്ങനെ എടുക്കണം. കണ്ടോ? എന്നിട്ട് ഇതിങ്ങനെ കറക്കി ഇങ്ങനെ എടുക്കണം. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. ഇൻ കേസ് ഇപ്പൊ മാജിക് മൊമെന്റ്സ് മേടിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇത് അറിയത്തില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാ. നമ്മൾ ചിലപ്പോൾ ഈ മേളിൽ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്ന കാരണം നമുക്ക് ഒരു പക്ഷേ നമ്മൾ സാധാരണ ഇങ്ങനെ ഇട്ടുകൊണ്ട് കറക്കും, അങ്ങനെ തുറക്കത്തില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിങ്ങനെ ഇതിന്റെ ലേബൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് നിസ്സാരമായിട്ട് ഇങ്ങനെ തുറന്നാൽ മതി. സോ ഈസി ഗൈസ്. പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ല. അതാണ് ഗൈസ്, ഇത് ഗ്രെയിൻ വോഡ്ക ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ വോഡ്കയ്ക്ക് മണക്കുമ്പോഴുള്ള സ്മെല്ല് ഒരുപക്ഷെ കഴിക്കുന്ന സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷെ ഇത് ഗ്രെയിൻ വോഡ്ക ആയതുകൊണ്ട് കാര്യമായ സ്മെല്ലൊന്നും ഇല്ല. ചെറിയൊരു പഞ്ചിങ് സ്മെല്ല, ചെറിയൊരു പിഞ്ചായിട്ടുള്ള സ്മെല്ലേ ഉള്ളൂ. മണമില്ല, സത്യമാണ്. മാജിക്കിന്റെ മലയാള പദം എന്തുകൊണ്ട്? ഇത് ജാലം. എന്ത് ജാലമാണ്? മായാജാലം. ഈ മായാജാല ലോകത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഗൈസ്. കം ഓൺ ഗൈസ്, ഞങ്ങൾ ആ മായാജാലത്തിലേക്ക് കുതിക്കുകയാണ്. Cheers. Cheers to you guys. ഞാനിപ്പോ ഇത് കഴിച്ചിട്ട് എനിക്ക് പറയണം, എന്റെ പക്ക ടേസ്റ്റ്. അതായത് നമ്മൾ നോർമൽ വോഡ്ക കഴിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല നോർമൽ വോഡ്കയുടെ സ്മെല്ലേ അല്ലായിരുന്നു. അതായത് വേറൊന്നും കൊണ്ടല്ല, കാരണം നിങ്ങൾക്ക് അറിയാലോ, അതായത് ഇത് ഗ്രെയിൻ വോഡ്കയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സാധാ വോഡ്കയുടെ മണമല്ലായിരുന്നു. അതുപോലെ തന്നെ സാധാ വോഡ്കയുടെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ആണ്, ഒരു പ്രത്യേക ടേസ്റ്റ് ഫ്ലേവർ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ്. സാധാരണ വോഡ്കയുടെ അത്ര ഒരു തിൻ എഫക്ട് വരുന്നില്ല. കുറച്ചൊരു കൊഴുത്തൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്കൊരു ഫീൽ വരുന്നത്. എന്നാലും കൊള്ളാമല്ല, എന്നാലും കൊള്ളാമല്ല വരുന്നില്ല, സൂപ്പർ എന്നാണ് പറയേണ്ടത്. ഔട്ട് ഓഫ് 10 ഞാനൊരു 8 കൊടുക്കും. എന്റെ ഒരു സ്റ്റാർ ലെവലിംഗ് ആണ് ഞാൻ കൊടുക്കുന്നത്. എന്റെ ഒരു മാർക്കാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ അഭിപ്രായമായിരിക്കും. നമ്മുടെ ഓർഡർ ചെയ്തിരിക്കുന്ന PDF എത്തിയിട്ടുണ്ട് സ്വിഗ്ഗിയിൽ നിന്ന്. സ്വിഗ്ഗിയിലെ ഡെലിവറി പോയി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കത് പോയി മേടിച്ചാലോ ഒന്ന് പോയി. അപ്പൊ ഗായ്സ്, നമ്മുടെ PDF എത്തിയിട്ടുണ്ട്. പോളീസ് സാധനമാണ്. കണ്ട ആ പച്ചമുളകും എല്ലായിട്ടും ഒരു പിടി പിടിച്ചാൽ അല്ലേടോ, ആരെങ്കിലും ഇങ്ങനെ പിരിഞ്ഞും കൂടെ ഒഴിച്ചെങ്കിൽ അപ്പോഴേ അതിന്റെ ഒരു പെർഫെക്ഷൻ ആകത്തുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള PDF. ഇതൊക്കെയാണ് ശരിക്കും ടച്ചിങ്സ് ആയിട്ട് കഴിക്കേണ്ട സാധനം. എങ്ങനെയുണ്ട് മിസ്റ്റർ ഡ്രങ്കയുടെ അഭിപ്രായം? തന്റെ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. സൂപ്പർ. നമ്മൾ ഇതുവരെ കഴിച്ചുള്ള വോഡ്ക പോലെ അല്ലല്ലോ. ഗൈസ്, എനിക്കിത് സത്യം പറഞ്ഞാൽ നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസം. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടൗൺ ഏരിയ ഒക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ കുറെ വ്യത്യാസമുണ്ട്. അതായത് നല്ല കുട്ടനാടിന്റെ തനിമ ആസ്വദിക്കാൻ പറ്റിയ തരത്തിലാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ കാട്ടുംപുറത്തിന്റെ ആ ഒരു ശാന്തത അതൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ ഇന്ന് പോയി. അവിടെ ഇത് കഴിക്കണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അത് നമുക്ക് സാധിക്കത്തില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറ്റത്തില്ല. എല്ലാവർക്കും അറിയാമല്ലോ.
വെറുതെ അവിടുത്തെ നാട്ടുകാർ പാവങ്ങളാണ്, പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭ്രാന്തന്മാരാണ്, എല്ലാം തല്ലിക്കൊല്ലും നമ്മളെ, വണ്ടി വരെ കത്തിച്ചു കളയവന്മാര്. അതുകൊണ്ട് പക്ഷെ ആ ഏരിയ നിങ്ങൾ കണ്ടല്ലോ, അത്രയ്ക്ക് നല്ലൊരു മനസ്സിന് കുളിർന്ന് ഏകുന്ന ഒരു സ്ഥലമാണത്. അപ്പൊ അവിടുന്ന് കൂടെ മേടിച്ച് പോരാത്തതിന് ഈ സാധനം അതും നല്ല ശാന്തമായിട്ടുള്ള ഒരു സാധനം അല്ലയോ? നമ്മളെ ബുദ്ധിമുട്ടിക്കും നമ്മളെ ഇന്നലത്തെ പോലെ ഓൾഡുമൻ മുട്ടത്തലേനെ പോലുള്ള പ്രശ്നക്കാരനൊന്നുമല്ല, നല്ല ശാന്ത സ്വരൂപനായിട്ടുള്ള ഒരു നല്ല സാധനം. അതുകൊണ്ട് തന്നെ മനസ്സിന് നല്ല ശാന്തതയും സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ അടിക്കുകയാണ്. സന്തോഷം അതാണല്ലോ എല്ലാം. മാജിക് മൊമെന്റ്സ് അടിക്കുമ്പോഴേ നമ്മള് ലൈറ്റ് ആയിട്ട് ഒഴിച്ചാല് യഥാർത്ഥ മാജിക് മൊമെന്റ്സിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യുമോ? അതായത് അറിയാതെ പോകും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കാരണം സോഡയായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ അതിന്റെ യഥാർത്ഥ, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് അതിനകത്ത് ഡിസോൾവ് ആയി പോകും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാജിക് മൊമെന്റ്സ് അളവിനെ ഇങ്ങനെ എടുക്കുക, ഒഴിക്കുക. അതായത് ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് ഒഴിക്കരുത്, കുറച്ച് നല്ലപോലെ ഒഴിക്കുക. സോഡയും സാമാന്യം ഒരു ഒഴിക്കേണ്ട രീതിയിൽ ഒഴിക്കുക. കാരണം നമ്മുടെ വോഡ്ക കൂടുതലായിട്ട് തോന്നണം, എന്നാൽ മാത്രമേ നമ്മുടെ അളിയന്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ ലൈറ്റായിട്ട് ഒഴിച്ചിട്ട് ഒന്നും മനസ്സിലാകത്തില്ല. ഇതിപ്പോ ഞങ്ങളിപ്പോ ഈ ഒഴിച്ച ഒഴിയിൽ ഞങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. അതായത് ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഗ്രെയിനി ടേസ്റ്റ് ആണ്, അതായത് വീറ്റ് ഫ്ലേവർ ആണ്. അപ്പൊ അതിന്റെ ടേസ്റ്റ് നമുക്ക് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലായി. അതൊരു, ഞാൻ പറഞ്ഞല്ലോ കേസ്, ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊഴുത്ത ടേസ്റ്റ് ആണ്. അതായത് നമ്മുടെ സാധാരണ മുളക്ക് എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്, അറിയാമല്ലോ നിങ്ങൾക്ക്, നിങ്ങൾ കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇതെന്ന് പറയുന്നത് ഇത്തിരി കൊഴുപ്പ് ടേസ്റ്റ് ആണ് അതിന്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അത് കഴിച്ച് ഇത്തിരി കട്ടിക്ക് ഒഴിച്ചാൽ മാത്രമേ അതിന് യഥാർത്ഥ ഫീൽ നമുക്ക് മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കട്ടി കഴിച്ച് കരട് വാട്ടരുത് കേട്ടോ. ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കിയേ കഴിക്കുന്നുള്ളൂ. നിങ്ങളിപ്പോ ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതുകൊണ്ട് നിങ്ങൾ വേദിക്കണം ഞങ്ങൾ എല്ലാ ദിവസവും വെള്ളം അടിച്ച് പാമ്പന്മാരാണ്. ഒരിക്കലും അല്ല ഗൈസ്, ഞങ്ങളിത് മുൻകൂട്ടി ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ്. എനിക്ക് പറയാനുള്ളത് മദ്യവെച്ച് വാഹനം ഓടിക്കും, ഇത് മാത്രമേ എനിക്ക് പറയാൻ. കേട്ടല്ലോ ഗൈസ്, ഈ പുള്ളിക്കാരന് പറയാനുള്ള ഇതാണ്, മദ്യപാന ആരോഗ്യത്തിന് വളരെ ഹാനികരം, ആരും മദ്യവെച്ച് വാഹനം ഓടിക്കരുത്. ഇതാണ് പുള്ളിയുടെ തിയറി. സത്യമാണ്, പുള്ളി മദ്യവെച്ച് വാഹനം ഓടിക്കാറില്ല. എനിക്കറിയാം, എല്ലാവർക്കും അറിയാം, പുള്ളി അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരും മദ്യവെച്ച് വാഹനം ഓടിക്കരുത്. ഓക്കെ, പോലീസ് പിടിച്ചാൽ ഞങ്ങൾ വരത്തില്ല ജാമ്യത്തിൽ ഇറക്കാനായിട്ട്. ആരെയും ജാമ്യത്തിൽ പിടിച്ചാണേ. അത്ര ഒരു പ്രശ്നക്കാരനായുള്ള കിക്കല്ല, ഒരു ചെറിയ തരത്തിലുള്ള കിക്കുണ്ട്. അത് നമുക്കിപ്പോ എന്റെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഭയങ്കര ഭീകരമായിട്ട് നമ്മുടെ തലച്ചോറിനെ കയറി എഫക്ട് ചെയ്യുന്ന കിക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ഞാൻ കൊടുക്കും. 10ൽ 8 റേറ്റിംഗ് ആണ് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് തീർത്തന്നേക്കാം അല്ലെ? ലെറ്റ്സ് ഗോ ഗൈസ്. ഫൈനൽ ചിയേഴ്സ്. യെസ്. സോ ഗൈസ്, പുതിയൊരു ബ്രാൻഡുമായി അടുത്ത വീഡിയോയിൽ കാണാം. ചിയേഴ്സ്. Cheers guys.